പാചകം എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നോ അത്രയും എളുപ്പത്തിൽ ചെയ്യാമെന്നായിരിക്കുമല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന എളുപ്പത്തിലുള്ള ഒരു മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത്. ഒരു 15 ചെറിയുള്ളി അരിഞ്ഞതും ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളവും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നിരടിയെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് ഇങ്ങനെ അതെല്ലാം കൂടെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ നിരടിയെടുക്കുക. ഈ രീതിയിലൊന്ന് നിരടിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കഴുകി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആ മസാല എത്തുന്ന രീതിയിൽ ഒരുപാടായിട്ട് ഇളക്കരുത് കേട്ടോ. സ്പൂൺ വെച്ചിട്ട് മീനൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ ഈ ഒരു മീൻ വറ്റിച്ചതിന് പ്രത്യേക രുചിയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ.